നമസ്കാരം. രാവണന് വരം ലഭിച്ച കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. രാവണനും സഹോദരങ്ങളും അമ്മ കൈകസിയുടെ കൂടെ സുഖമായി കഴിയുകയായിരുന്നു. ഒരിക്കൽ പിതാവായ വിശ്രവസനെ കാണാൻ വൈശ്രവണൻ പുഷ്പക വിമാനത്തിൽ പോകുന്നത് കണ്ട് കൈകസി രാവണനോട് പറഞ്ഞു, കണ്ടോ, നിന്റെ ജ്യേഷ്ഠൻ പോകുന്നത്? നീയും അവനും ഒരാളുടെ മക്കളാണ് എന്നതുകൊണ്ട് എന്താണൊരു കാര്യം എന്ന്. അത് കേട്ട് രാവണൻ പറഞ്ഞു, അമ്മേ, നോക്കിക്കോളൂ, അയാളേക്കാൾ കേമനാകും ഞാൻ. തപോബലം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാം. അതും പറഞ്ഞ് 2 സഹോദരന്മാരെയും കൂട്ടി രാവണൻ ഗോകർണത്തേക്ക് പോയി. 3 പേരും ബ്രഹ്മാവിനെ തപസ് ചെയ്തു. അതികഠിനമായ തപസ്സായിരുന്നു രാവണൻ്റേത്. വേനൽക്കാലത്ത് അഗ്നിക്ക് നടുവിൽ നിന്നും, തണുപ്പുകാലത്ത് കഴുത്തറ്റം വെള്ളത്തിൽ നിന്നും, മഴക്കാലത്ത് മഴയത്ത് നിന്നും രാവണൻ തപസ് ചെയ്തു. സൂര്യനെ തന്നെ നോക്കി നിന്ന് കുംഭകർണനും, വിഭീഷണനാകട്ടെ ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്തു. അങ്ങനെ 10,000 വർഷം കഴിഞ്ഞു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. അന്ന് ദശാനനൻ തൻ്റെ തലകളിൽ ഒന്നറുത്ത് അഗ്നിയിലിട്ടു. പിന്നെയും 1000 വർഷം തപസ് ചെയ്തു. എന്നിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. രാവണൻ 2ാമത്തെ തലയറുത്ത് അഗ്നിയിലിട്ട് തപസ് തുടർന്നു. അങ്ങനെ 9,000 വർഷം കൊണ്ട് രാവണൻ തൻ്റെ 9 തലകളും അറുത്ത് അഗ്നിയിലിട്ടു. അങ്ങനെ തപസ് തുടങ്ങി 19,000 വർഷങ്ങൾ കഴിഞ്ഞും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. രാവണൻ തൻ്റെ 10ാമത്തെ തലയും അറുക്കാനായി തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതികഠിനമായ തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവ് രാവണനോടും സഹോദരന്മാരോടും എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. രാവണൻ ചോദിച്ച വരമെന്തെന്നോ? ദേവന്മാർക്കോ അസുരന്മാർക്കോ ഗന്ധർവന്മാർക്കോ ആർക്കും എന്നെ കൊല്ലാൻ കഴിയരുത്. ഒരു മനുഷ്യനാൽ മാത്രമേ എൻ്റെ മരണം സംഭവിക്കാവൂ എന്ന്. അങ്ങനെയായാൽ തനിക്ക് മരണമുണ്ടാകില്ലെന്നാണ് രാവണൻ വിചാരിച്ചത്. കേവലം ഒരു മനുഷ്യനെ വധിക്കാൻ മഹാശക്തിശാലിയായ തനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്ന് അയാൾ കരുതി. രാവണന് ചോദിച്ച വരം നൽകി ബ്രഹ്മാവ് കുംഭകർണൻ്റെ അടുത്തെത്തി. മഹാശക്തിശാലിയും അതിഭയാനകമായ വലിപ്പവുമുള്ള കുംഭകർണന് വരം നൽകുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ദേവന്മാർ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു. അപ്പോൾ ബ്രഹ്മാവ് സരസ്വതീ ദേവിയോട് കുംഭകർണൻ്റെ നാവിൽ വസിച്ച് വാക്കുകൾ തെറ്റിക്കണം എന്ന് പറഞ്ഞു. സരസ്വതീ ദേവി അതുപോലെ തന്നെ ചെയ്തു. ഫലമോ? എന്ത് വരമാണ് വേണ്ടതെന്ന് കുംഭകർണനോട് ചോദിച്ചപ്പോൾ എനിക്ക് നിദ്രാത്വമല്ലാതെ മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു. അങ്ങനെ കുംഭകർണൻ മുഴുവൻ സമയം ഉറക്കമായി. അതിനുശേഷം ബ്രഹ്മദേവൻ ഭാഗവതോത്തമനായ വിഭീഷണൻ്റെ അടുത്തെത്തി. വിഭീഷണൻ പറഞ്ഞു, ധർമ്മത്തിനൊപ്പം നിൽക്കാനും പാപങ്ങൾ ചെയ്യാൻ തോന്നാതിരിക്കാനും എന്നും അങ്ങയോടുള്ള ഭക്തി കുറയാതിരിക്കാനും എന്നെ അനുഗ്രഹിക്കണം എന്ന്. ബ്രഹ്മാവ് വിഭീഷണനും വരം നൽകി. അങ്ങനെ അവർ 3 പേരും അമ്മയോടും മറ്റു ബന്ധുജനങ്ങളോടും ചേർന്ന് സുഖമായി കഴിഞ്ഞുപോന്നു.